ഹായ് ഫ്രണ്ട്സ്, എയ്ഡറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഹോങ് ഹോങ് ടൂത്ത് ടൂത്ത് എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക്. ഹോങ് ഹോങ് ടൂത്ത് ടൂത്ത്. എന്താ മക്കളെ ഹോങ് ഹോങ് ടൂത്ത് ടൂത്ത് എന്ന് പറഞ്ഞാല്? ഹോൺസ് ആണ് കേട്ടോ. ഓക്കെ, ലെറ്റ് ബി സ്റ്റാർട്ട്. വാട്ട് ഈസ് ഇൻ ദ പിക്ചർ? എന്താണ് പിക്ചറിൽ കാണുന്നത്? എന്താ മക്കളെ നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്നത്? ദിസ് ഈസ് എ ബസ്. ഒരു ബസ് ആണ് അല്ലേ? വാട്ട് ഈസ് ദ കളർ ഓഫ് ബസ്? ബസിന്റെ കളർ എന്താണ്? എ ബ്ലൂ ബസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് റീഡ് ചെയ്ത് നോക്കാം അല്ലെ. ദിസ് ഈസ് എ ബസ്, എ ബ്ലൂ ബസ്. ദ ബസ് ഈസ് ബിഗ്. ഓക്കെ, ദിസ് ഈസ് എ ബസ്. ദിസ് ഈസ് എ ബസ് എന്ന് പറഞ്ഞാല് ഇതൊരു ബസ് ആകുന്നു. എ ബ്ലൂ ബസ്. ബ്ലൂ എന്ന് പറഞ്ഞാല് നീല നിറം, ഒരു നീല ബസ് ആകുന്നു. വാട്ട് ഈസ് ദ കളർ ഓഫ് ദി ബസ്? ബസിന്റെ കളർ എന്താണ്? നീല നിറമാണ്. അപ്പൊ എ ബ്ലൂ ബസ്. ദ ബസ് ഈസ് ബിഗ്. ബസ് എങ്ങനെയുള്ളതാണ്? വലുതല്ലേ? ബിഗ് എന്ന് പറഞ്ഞാല് വലുത്. അപ്പോ ദിസ് ഈസ് എ ബസ്. ഇതൊരു ബസ് ആകുന്നു. എ ബ്ലൂ ബസ്, നീല ബസ്. ദെൻ ദ ബസ് ഈസ് ബിഗ്, ഒരു വലിയ ബസ്സാണ്. ഓക്കെ, അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇംഗ്ലീഷ് റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെറുതെ കേട്ട് ബൈ ഹാർട്ട് ചെയ്തുകൊണ്ട് റീഡ് ചെയ്യരുത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ വേർഡ് തന്നെ വേറൊരു ഭാഗത്ത് കാണുമ്പോൾ റീഡ് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഓരോ വേർഡ്സും നമ്മൾ സൗണ്ട് വെച്ച് റീഡ് ചെയ്യണം. സൗണ്ട് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നമുക്ക് അങ്ങനെ ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാലോ? എല്ലാവരും റെഡിയാണോ? ആർ യു റെഡി? അപ്പൊ നമുക്ക് ഓരോ ലെറ്റേഴ്സിനും സൗണ്ട് കൊടുത്തുകൊണ്ട് ഒന്ന് വായിച്ചു നോക്കാം അല്ലെ. ഫസ്റ്റ് ലെറ്റർ, ദിസ് ഇസ് എ ബസ് എന്നുള്ളതിലെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ടി ആണ് അല്ലെ. ടിക്ക് നമ്മള് ടി എന്നുള്ള സൗണ്ട് കൊടുത്തു. ടിയും എച്ചും കൂടെ ഒന്നിച്ചു വരുമ്പോ ട് എന്നുള്ള സൗണ്ട് ആണ് കേട്ടോ. ടി എച്ചിന് 2 സൗണ്ട്സ് ആണുള്ളത്. എന്തൊക്കെയാണ്? ത്, അതുപോലെ ദ്. ഇങ്ങനെ 2 സൗണ്ട്സ് ആണുള്ളത്. അതിനകത്ത് ദ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ദ്. ദെൻ ഐയുടെ സൗണ്ട് ഇ. അപ്പൊ ദി. എസിന്റെ സൗണ്ട്. അപ്പൊ ദീസ്. ഇങ്ങനെ വായിക്കാം. ദ്, ദ്, ഇസ്, ദിസ്. Then next is. ഐയുടെ സൗണ്ട് ഇ. എസിന്റെ സൗണ്ട് ദിസ് ഈസ്. Then എ. എ നമ്മൾ എങ്ങനെ കൊടുക്കും? എക്ക് നമ്മള് ആ എന്നുള്ള സൗണ്ട് ആണ് കേട്ടോ. പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് എക്ക് എ എന്നുള്ള സൗണ്ട് ആണ്. മറ്റു ലെറ്റേഴ്സ് ഒന്നും കൂടെ ഇല്ലാത്തപ്പം അപ്പം എ. ദിസ് ഈസ് എ. Then ബ്. ബിയുടെ സൗണ്ട് ബ്. ആ. ബസ്. ദിസ് ഈസ് എ ബസ്. ക്ലിയർ ആയോ? Then next, this is a bus എന്ന് പറഞ്ഞാൽ ഇതൊരു ബസ് ആകുന്നു. നെക്സ്റ്റ് എ. നമ്മൾ പറഞ്ഞൂലേ എക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോ എ എന്നുള്ള സൗണ്ട് ആണ്. എക്ക് ഓൾറെഡി ആന്നും എന്നും സൗണ്ട് ഉണ്ട്. അപ്പൊ ഇത് ഒറ്റയ്ക്ക് നിൽക്കുന്ന കാരണത്താല് എ എന്നുള്ള സൗണ്ട് കൊടുക്കാം. അപ്പൊ എ. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ബ്ലൂ എന്നുള്ള വേർഡാ. അതിന് ബിനും എല്ലിനും ഒന്നിച്ച് സൗണ്ട് കൊടുക്കാം. ബ്ല്, ബ്ല്, ബ്ല്. യുടെയും ഈക്കും ഒന്നിച്ച സൗണ്ട് ആണ് എന്നുള്ള. ബ്ലൂ, 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 ബ്ലൂ. ക്ലിയർ ആയോ? ദെൻ ബസ് നമ്മൾ പഠിച്ചാണ് ബ്, ആ, സ്. അപ്പൊ എങ്ങനെ വായിക്കും? എ ബ്ലൂ ബസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ എയും എച്ചും ഇയും നമ്മൾ എന്ത് റീഡ് ചെയ്യും? ദ. ഓക്കെ, ദ ബസ്. ബ്, ആ, ബസ്. ദ ബസ് ഈസ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പൊ മിസ് അതുപോലെ കൊടുക്കാണ്. ദ ബസ് ഈസ് ബിഗ്. ബിഗ് എങ്ങനെ എഴുതും നമ്മള്? ബിക്ക് ബ് എന്നുള്ള സൗണ്ട്, ഐക്ക് ഇ എന്നുള്ള സൗണ്ട്, ജിക്ക് ഗ എന്നുള്ള സൗണ്ട്. ബിഗ്. അപ്പം ദ ബസ് ഈസ് ബിഗ്. എല്ലാവർക്കും ക്ലിയർ ആയോ? നെക്സ്റ്റ്, വാട്ട് ഈസ് ഇൻ ദി പിക്ചർ? ദിസ് ഈസ് എ കാർ. പിക്ചറിൽ എന്താ നമ്മൾ കാണുന്നത്? ഒരു കാർ ആണല്ലേ. എ റെഡ് കാർ. എങ്ങനെയുള്ള കാറാണ്?
ചുവപ്പ് കാറാണ്. ദ കാർ ഈസ് സ്മോൾ. കാർ എങ്ങനെയുള്ളതാണ്? ചെറുതാണ്. വാട്ട് ഈസ് ദ കളർ ഓഫ് ദി കാർ? യെസ്, റെഡ് കാർ ആണ്, ചുവപ്പ് കാറാണ്. അതോടൊപ്പം തന്നെ കാർ ഈസ് സ്മോൾ, ചെറിയ കാറുമാണ്. നമുക്ക് ഇതൊന്ന് റീഡ് ചെയ്ത് നോക്കല്ലേ, സൗണ്ട് വെച്ച് റീഡ് ചെയ്ത് നോക്കല്ലേ? റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സൗണ്ട് കൊടുത്ത് നോക്കാം അല്ലെ. ഫസ്റ്റ് സെന്റൻസ് എന്താണ്? ദിസ് ഈസ് എ കാർ. എങ്ങനെയാണ് നമ്മൾ ദിസ് പഠിച്ചതാണ് അല്ലെ? പീക്കും എച്ചിനും ഏതാണ് മക്കളെ സൗണ്ട്? ദ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ദ എന്നുള്ളതിന് പീക്കും എച്ചിനും ദ എന്നുള്ള സൗണ്ട്. ഓക്കെ, ഐക്ക് ഇ, ദി, ദിസ്, then is അല്ലേ? IUS is. This is a car. K A R car. ഇനി കാർ എന്ന് എഴുതാം. k, സിയുടെ സൗണ്ട് k A R car. Then a red car. ഓക്കെ, നമുക്ക് സൗണ്ട് കൊടുക്കാം അല്ലെ. എ ഒറ്റക്കായപ്പോ എ എന്നുള്ള സൗണ്ട്. ആറിന്റെ സൗണ്ട് റ്, ഇയുടെ സൗണ്ട് എ, ഡിയുടെ സൗണ്ട് ഡ്, റെഡ്, റെഡ്. Then k A R car, a red car. Then the car, k A R, the car is, I നും S നും is small, sm, S M, sm, all, small. ക്ലിയർ ആണോ മക്കളെ? നമുക്കൊന്നും കൂടെ റീഡ് ചെയ്ത് നോക്കിയാലോ? നിങ്ങൾ റെഡി അല്ലേ? ഇപ്പൊ ഫസ്റ്റിൽ എന്ത് വരും? ദിസ്, ദ ഈസ്, ദിസ്. then is, this is a car, car. a red, 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 car, car, a red car. the car, car is സ്മോൾ. ക്ലിയർ ആണോ? സ്മോൾ. അപ്പൊ മക്കളെ, നമുക്ക് ഇന്ന് പഠിച്ചിട്ടുള്ള ആ 2 പേജിലുള്ള കുറച്ച് ന്യൂ വേർഡ്സ് പഠിച്ചു നോക്കിയാലോ? അപ്പൊ ഞാനിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സൗണ്ട് വെച്ചിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളൊക്കെ ക്ലാസ് എടുക്കുന്ന വേർഡ് പഠിക്കുന്ന സമയത്ത് സ്പെല്ലിംഗ് വായിച്ചിട്ടാ പഠിക്കുക അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ബസ് ആണ്. ബസ് നമ്മൾ എങ്ങനെയായിരിക്കും പഠിക്കുക? BUS, ബസ്, BUS, ബസ് എന്ന് പറഞ്ഞിട്ട് പഠിക്കാം. ഇതൊക്കെ ചെറിയ വേർഡ്സ് ആവുമ്പോൾ നമുക്ക് പിന്നെയും കുറെയൊക്കെ എളുപ്പമാവും. പക്ഷെ കുറച്ച് വലിയ വേർഡ് ആണ് എന്നുണ്ടെങ്കിൽ, കൂടുതൽ ലെറ്റേഴ്സ് ഉണ്ട് എങ്കിൽ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്ന കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. അതിനാണ് നമ്മൾ സൗണ്ട് വെച്ച് പഠിക്കുക എന്ന് പറയുന്നത്. സൗണ്ട് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ സൗണ്ട് വെച്ച് പഠിക്കുന്നത് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള വേർഡ്സ് ഒക്കെ ഒന്ന് സൗണ്ട് വെച്ചുകൊണ്ട് പറഞ്ഞു നോക്കാം. എല്ലാവരും റെഡി അല്ലേ? ഫസ്റ്റ് വേർഡ് ബസ്. എങ്ങനെയാ നമ്മൾ ബസ് എഴുതാം? ബസ്സിലെ ബ അല്ലേ? ഫസ്റ്റ് ഏതാ വരിക? ബ. ബ എന്നുള്ളതിന് നമ്മൾ ആരെ കൊടുത്തു? ബിയെ കൊടുത്തു. അപ്പൊ ബിയുടെ സൗണ്ട് എന്താണ്? ബ. യു കൊടുത്തു. ബ അ, ബ, ബസ്. ക്ലിയർ ആയോ? ഈ BUS പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ബസ് എന്ന് പറയുമ്പോൾ മക്കള് പഠിക്കുന്ന സമയത്ത് അതിന്റെ സൗണ്ടും കൂടെ പറഞ്ഞു നോക്കുക. ബ അ, ബസ്. then നെക്സ്റ്റ് ബ്ലൂ ആണ് അല്ലെ? ബ്ലൂ, ബ്ലൂ. ബ്ലൂ എന്നുള്ളതിന് ബിയും എല്ലും, ബ്ലൂ. ബിയും എല്ലും സൗണ്ട് ബ്ലൂ. then യുവും ഇയും എന്നുള്ള സൗണ്ട് ആണ്. അപ്പൊ ബ്ലൂ, ബ്ലൂ. ക്ലിയർ അല്ലേ? then അതിന് താഴെ ബിഗ്, ബ, ഇ. ഈക്ക് നമ്മൾ എന്ത് കൊടുത്തു? ഐയെ കൊടുത്തു അല്ലെ? BI, ബിഗ്, ബിഗ്. ഓക്കെ, ബിഗ്. ക്ലിയർ അല്ലേ? then നെക്സ്റ്റ് ലെറ്റ് വേർഡ് കാറ്. എങ്ങനെയാ നമ്മൾ കാറ് പഠിക്കുക? CAR എന്നാണ് അല്ലെ? അതിന് നമ്മള് സി ആദ്യം എഴുതി, എയുടെ സൗണ്ട് ആ, കാർ. ക്ലിയർ അല്ലേ? then റെഡ്. ആറിന്റെ സൗണ്ട് റ്, ഇയുടെ സൗണ്ട് എ, റെഡ്, റെഡ്. ഓക്കെ, then സ്മോൾ. സ്മോൾ എങ്ങനെ എഴുതാ? എസും എമ്മും കൂടെ ഒന്നിച്ചു വരുന്ന ഒരു ബ്ലെൻഡിങ് സൗണ്ട് ആണ് സ്മ.
സ്മ, എസിനും എമ്മിനും ഒന്നിച്ച് സൗണ്ട് കൊടുക്കുക. സ്മ. സ്മിന്റെ കൂടെ എ കൊടുക്കുമ്പോ സ്മ. ദെൻ ഡബിൾ എല് ല്, സ്മോൾ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ 6 വേർഡ്സ് ആണ് നിങ്ങൾക്ക് ഡിക്റ്റേഷൻ വേർഡ് ആയിട്ടുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യാ, സൗണ്ട് വെച്ച് നല്ല പോലെ പഠിച്ചെടുക്കാം. അപ്പൊ റെഡി അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു രീതിയിലാണ്, ഈ ഒരു മെത്തേഡിലാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോവുക. എയ്ഡർ ഇൻഡിവിജ്വൽ ട്യൂട്ടറിങ് ബേസ് കോഴ്സ്, ബേസ് ക്ലിയർ ആവാത്ത കുട്ടികൾക്ക് 2 മാസം കൊണ്ട് ഇംഗ്ലീഷ്, ഹിന്ദി, അറബി, മാത്സ്, മലയാളം എന്നീ എല്ലാ സബ്ജക്റ്റിന്റെയും 2 മാസത്തെ കോഴ്സ് ഉണ്ട്, ബേസ് കോഴ്സുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവര് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 2 മാസം കൊണ്ട് നമ്മുടെ മക്കളെ ഏത് സബ്ജക്റ്റ് ആവട്ടെ നല്ല പോലെ ക്ലിയർ ആയി റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും. ബേസ് കോഴ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് റീഡ് ചെയ്യലും റൈറ്റ് ചെയ്യലുമാണ്. അപ്പോൾ 2 മാസം കൊണ്ട് കുട്ടികളെ നല്ല പോലെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പഠിപ്പിക്കുന്ന കോഴ്സാണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.